കാശി പാർട്ട് 4. ശരന്റെ വാക്കുകൾ കേട്ട് അവൻ കൈകൾ ചുരുട്ടിപ്പിടിച്ചു. വൈകാതെ തന്നെ വീട്ടിലെത്തിയതും അവൻ ദേഷ്യത്തിൽ വണ്ടിയിൽ നിന്നും ഇറങ്ങി. കൂടെ കൂട്ടുകാരും. അകത്തേക്ക് കയറുമ്പോൾ ഹാളിൽ തന്നെ ആരവും അമ്മാവനും ഇരിപ്പുണ്ട്. അവൻ ദേഷ്യത്തിൽ തന്നെ എല്ലാവരെയും ഒന്ന് നോക്കിയതിനു ശേഷം മുകളിലേക്ക് കയറിപ്പോയി. ചേട്ടൻ എന്താ ഇങ്ങനെ പോകുന്നേ? എന്താ ഇവിടെ ഉണ്ടായേ? ആര്? നിന്റെ ചേട്ടന് ഞാൻ പറഞ്ഞതിൻ്റെയാണ് ഈ ദേഷ്യം. ശരൺ: എന്താ മക്കളെ അവിടെ സംഭവിച്ചേ? നിങ്ങൾ വഴക്കുണ്ടാക്കിയാണോ വന്നേ? അമ്മാവൻ: ഞങ്ങൾ പോയിടത്തെല്ലാം ഒന്ന് നല്ല രീതിയിൽ എന്നാ വന്നിട്ടുള്ളത്. കിഷോർ: മക്കളെ നിങ്ങൾ അവിടെ എന്താ നടന്നതെന്ന് പറ. അമ്മാവൻ. ശരൺ അവിടെ നടന്നതെല്ലാം വിശദീകരിച്ചു. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അമ്മാവൻ. എല്ലാവരും സോഫയിൽ ചുറ്റുമിരുന്നു. ശ്രീ പതിയെ കണ്ണ് തുറക്കാൻ ശ്രമിക്കുമ്പോൾ മുറിയിൽ ഒരുപാട് പേരുള്ളത് കണ്ടതും അവൾ കണ്ണുകൾ അടച്ചു തന്നെ വെച്ചു. നല്ല റെസ്റ്റ് എടുക്കേണ്ട ടൈമാണ്. ഈ കുട്ടി നന്നായി വീക്കായിട്ടുണ്ട്. ട്രിപ്പുള്ളത് കൊണ്ട് ഒന്ന് ക്ഷീണം മാറും ഡോക്ടർ. ഇവളുടെ കല്യാണമാണ് നാളെ, അപ്പോൾ അവൾ എണീറ്റ് നിൽക്കുക തന്നെ വേണം. വിജയൻ: മെഡിസിൻ എഴുതാ, ഞാൻ ഇറങ്ങുന്നു. ഡോക്ടർ പോയതും അച്ഛൻ എന്താ പറഞ്ഞത്? കല്യാണമെന്നോ? കാർത്തിക്: അതെ, വിവാഹ നിശ്ചയമല്ല, കല്യാണമാണ് നടത്താൻ പോകുന്നത്. നാളെ കല്യാണത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം ഓഡിറ്റോറിയത്തിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. എനിക്കെന്താ ചെയ്യാൻ സാധിക്കുക എന്ന് ഞാൻ കാണിച്ചു തരാം. ഈ കല്യാണം നടന്നാൽ കോടികളാണ് എൻ്റെ കയ്യിലേക്ക് വരാൻ പോകുന്നത്. ഇത് ഇത്രയും പെട്ടെന്നാണെങ്കിൽ അങ്ങനെ. വിജയൻ. അവരുടെ സംസാരം കേട്ട് ശ്രീയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നിരുന്നു. അപ്പോഴാണ് വിജയന് ഒരു ഫോൺ വരുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും. എല്ലായിടത്തും ആളുകൾ ഉണ്ടായിരിക്കണം. ഒരു നിലക്കും രക്ഷപ്പെടാനുള്ള അവസരം വരരുത്. വീട്ടിൽ നിന്നും ഓഡിറ്റോറിയം എത്തുന്നവരെ അവൾ പോകുന്ന വണ്ടിക്ക് ചുറ്റും നിങ്ങളുടെ വണ്ടികൾ കാണണം. എല്ലാം കേട്ടല്ലോ? അതും പറഞ്ഞു വിജയൻ ഫോൺ വെച്ചു. മോനെ വാ, കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്. വിജയൻ. അവർ മുറിയിൽ നിന്നും പോയതും അവൾ പതിയെ കണ്ണുകൾ തുറന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞിരുന്നു. ഇത്രയും നാളും അവളിൽ ഉണ്ടായിരുന്ന ധൈര്യമൊന്നും ഇന്ന് അവളിലില്ല. കുറച്ചു മുമ്പേ അവൻ വന്നതും എല്ലാം അവളിൽ തെളിഞ്ഞു വന്നതും അവളിൽ ഒരു പൊട്ടിക്കരച്ചിൽ രൂപപ്പെട്ടു. ചതിക്കുമായിരുന്നു എല്ലാവരും. ഞാൻ എത്ര മനസ്സറിഞ്ഞ് സ്നേഹിച്ചു, എന്നിട്ട് ഇത്രയും നാളും എൻ്റെ കൂടെ കാണുമെന്ന് പറഞ്ഞിട്ട് ചതിച്ചു. കാശിയുടെ ഭാവവും അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ നിന്ന അവൻ്റെ മുഖവും അവളിൽ തെളിഞ്ഞു വന്നു. അവളുടെ ഹൃദയം പിടഞ്ഞു. ഇനി ആർക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കണം? എല്ലാം എൻ്റെ തെറ്റായിരുന്നു. വേണ്ടാത്തത് പലതും വിചാരിച്ചു. എന്നെ തേടി കാശി വരുമെന്ന് വെറുതെ വിചാരിച്ചു. പക്ഷേ എല്ലാം എൻ്റെ തെറ്റായിരുന്നു. ഞാനൊരു പൊട്ടിയാണ്. എല്ലാം വിശ്വസിക്കും, ഒടുവിൽ ചതിക്കപ്പെടും. അവൾ വേദനയോടെ അതും പറഞ്ഞു അവളുടെ കണ്ണുകൾ തുടച്ചു. നാളത്തെ എൻ്റെ കല്യാണം നടക്കട്ടെ. അച്ഛന് വേണ്ടത് മകളെയല്ല, സ്വത്താണ്. ഈ ഭൂമിയിൽ സ്വന്തമെന്ന് പറയാൻ ആകെയുള്ളത് അച്ഛനാണ്. അയാൾക്ക് പോലും വെറും പണത്തിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു മകൾ. സ്വന്തം ഭാര്യയെ വരെ കൊന്ന് സ്ഥാനം നേടി അയാൾക്ക് പിന്നെ എങ്ങനെയാ ആ ഭാര്യയുടെ മകളോട് സ്നേഹം കാണുക? എല്ലാവരും ഇങ്ങനെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നതിനേക്കാൾ നേരിട്ടങ്ങ് കൊന്നിരുന്നെങ്കിൽ ഞാൻ ഇത്ര വേദനിക്കുമായിരുന്നില്ല. ചതിച്ചു എന്നെ. വീണ്ടും കാശിയുടെ ചിന്തകൾ അവളിൽ വന്നപ്പോൾ അവളുടെ ഹൃദയം കണ്ണുകളും ഒരേപോലെ പൊട്ടിക്കരയുമായിരുന്നു. എല്ലാവർക്കും തട്ടിക്കളിക്കാനുള്ള ഒരു കളിപ്പാവയാണോ ഞാൻ? ദേശത്തിൽ കയ്യിലുള്ള ട്രിപ്പ് അവൾ വലിച്ചൂരി. സൂചിക്കുത്തി കയ്യിൽ നിന്നും രക്തം ഒഴുകി തുടങ്ങിയിരുന്നു. അവൾ ദേഷ്യത്തിൽ കിടക്കയിൽ നിന്നും എണീറ്റു. നിരത്തേക്ക് കാൽ കുത്തുമ്പോൾ തന്നെ അവൾക്ക് നിൽക്കാനാവുന്നില്ലായിരുന്നു. അവളുടെ മനസ്സ് തകർന്ന പോലെ അവളുടെ ശരീരം തളർന്നു തുടങ്ങിയിരുന്നു. ഒന്ന് നിൽക്കാൻ പോലും ആവാതെ അവൾ ആ കിടക്കയിലിരുന്നു. എന്തിനാണ് എന്നെ പരീക്ഷിക്കുന്നത്? ഞാനും ഒരു മനുഷ്യനാണ്. ഒരു മൃഗത്തിന് നൽകുന്ന സ്നേഹം പോലും എനിക്കാരും തരുന്നില്ല. എനിക്കാരുമില്ല. എന്നെ തേടി ആരും വരില്ല. ഞാൻ തനിച്ചാണ്. ഞാനൊരു വേദനിക്കുന്ന മനുഷ്യപ്പാവയാണ്. അവൾ വേദനയോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കട്ടിൽ നിന്നും താഴേക്കിരുന്നു. പൊട്ടിക്കരഞ്ഞു. അവളുടെ മനസ്സ് അവൾക്ക് തന്നെ കൈവിട്ടു പോയിരുന്നു. ഇന്ന് ശ്രീയുടെ കല്യാണമാണ്. ഇന്നലെ വയ്യാതെ തളർന്നു മയങ്ങിപ്പോയ സ്ത്രീയെ സ്റ്റാഫുകൾ കൂടെ എഴുന്നേൽപ്പിച്ചു. അവളെ റെഡിയാക്കിയതെല്ലാം അവർ തന്നെയായിരുന്നു. ഒന്നും മിണ്ടുക പോലും ചെയ്യാതെ അനങ്ങാതെ ഏതോ ലോകത്തിരിക്കുന്ന അവളെ കണ്ട്, അവളുടെ ഇരുത്തം കണ്ട് സ്റ്റാഫുകളെല്ലാം പരസ്പരം നോക്കി. അവളുടെ അവസ്ഥ കണ്ട് അവരുടെ കണ്ണുകളെല്ലാം നിറഞ്ഞിരുന്നു. ഒന്നിനും അവൾ തിരിച്ച് പ്രതികരിക്കുന്നില്ല. ആ കണ്ണുകൾ പോലും ഒന്ന് നിറയുന്നില്ല. വേദനയോടെ ഏതോ ലോകത്തായിരുന്നു അവൾ. അവൾക്ക് ഒരു സാരിയെല്ലാം എടുത്തു കൊടുത്തു. മുഖത്ത് മേക്കപ്പ് ചെയ്ത് അവരെടുത്തു. അവളെ കണ്ണാടിയുടെ മുമ്പിൽ അവർ കൊണ്ടുപോയി നിർത്തിയതും അവൾ അവളുടെ മുഖച്ചായം പോലും ആ കണ്ണാടിയിൽ പതിഞ്ഞത് കണ്ട് വേദനയോടെ നോക്കി. യാന്ത്രികമായി അവരുടെ കൂടെ അവൾ നടന്നു. ഒന്നും മിണ്ടാതെ ഇറങ്ങി വരുന്ന അവളെ അവരെല്ലാം നോക്കി.
ഒന്നും മിണ്ടാതെ ഇറങ്ങി വരുന്ന അവളെ അവരെല്ലാം നോക്കി. അവൾ ആരെയും കാണുന്നില്ലായിരുന്നു. അവരെല്ലാം കൂടെ ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വണ്ടിയിലിരുത്തി. അപ്പോഴും എല്ലാം നഷ്ടമായ ആ ഇരുത്തം തന്നെയായിരുന്നു അവളിൽ ബാക്കിയുണ്ടായിരുന്നത്. ആ വാഹനത്തിൽ അവളും മുമ്പിൽ ഡ്രൈവറും മാത്രമായിരുന്നു. ആ കാറിന്റെ മുമ്പിലും പിറകിലും വേറെ ഒത്തിരി വണ്ടികളുമുണ്ട്. പെട്ടെന്നാണ് കാർ ബ്രേക്ക് പിടിക്കുന്നത്. ഏതോ ലോകത്തിരുന്ന സ്ത്രീ ആ ബ്രേക്ക് പിടിക്കലിൽ മുമ്പിലേക്ക് ആഞ്ഞു. മുമ്പിലെ സീറ്റിലെ ശക്തിയായി അവളുടെ മൂക്ക് വന്നിടിച്ചു. മൂക്കിൽ നിന്ന് രക്തം വരുന്നതും അവളുടെ തലയ്ക്ക് എന്തോ ഒരു ഭാരവും കണ്ണിൽ ഇരുട്ടും വന്ന് അവളുടെ ബോധം പതിയെ മറിഞ്ഞു ആ സീറ്റിലേക്ക് വീണു. എന്ത്? വിജയൻ ഞെട്ടലോടെ ചോദിച്ചു. സോറി സർ, പെട്ടെന്നായിരുന്നു. എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. ഞാൻ ഒത്തിരി എതിർത്തു, പക്ഷേ എന്നെ കൊണ്ട് സാധിച്ചില്ല. അവനത് പറഞ്ഞു തീർന്നതും വിജയന്റെ കൈ അവന്റെ മുഖത്ത് പതിഞ്ഞിരുന്നു. എന്തൊക്കെ ചെയ്താലും ശരി, ഇന്ന് വൈകുന്നേരമാകുമ്പോഴേക്കും അവൾ വീട്ടിൽ എത്തിയിരിക്കണം വിജയൻ. അവരെല്ലാം തല താഴ്ത്തി സമ്മതിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് എല്ലാം വലിയ ആളുകളെയാണ്. എന്റെ മാനമാണ് അവൾ കളഞ്ഞത്. വെറുതെ വിടില്ല ഞാൻ വിജയൻ. എന്നാലും ഇതെങ്ങനെ? അവളെ പിടിച്ചുകൊണ്ടു പോകാൻ മാത്രം ധൈര്യമുള്ള ഏത് ശത്രുവാ നമുക്കുള്ളത്? സുശീല. അവർ രണ്ടുപേരും എന്ത് പറയുമെന്നില്ലാതെ നിന്നു. വിജയ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രസിഡന്റ്. ഏയ് ഒന്നുമില്ല സർ, പോയിരുന്നു വിജയൻ. ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങി. സുശീല. കാർത്തിക് എവിടെ? വിജയൻ. അവൻ അവളെ കാണാനില്ലെന്ന വിവരം അറിഞ്ഞതു മുതൽ ദേശത്തിൽ വണ്ടിയും എടുത്തു പോയതാ. കൂടെ തന്നെ അഖിൽ കൂടെ പോയിട്ടുണ്ട്. സുശീല. അപ്പോഴേക്കും അവിടേക്ക് രാജീവും ഭാര്യ ലീനയും വന്നു. മുഹൂർത്തം കഴിഞ്ഞു. ഇനിയോ ആരുടെയോ കൂടെ ചാടിപ്പോയവർക്ക് വേണ്ടി നമ്മൾ ഇനിയും കാത്തിരിക്കണം. അഖിലിനോട് തിരിച്ചു വരാൻ പറ, ലീന ദേഷ്യത്തിൽ പറഞ്ഞു. വിജയൻ, നമ്മളിനി വന്നിരുന്നവരെ ഒന്നും അറിയിക്കാതെ നിന്നിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. മുഹൂർത്തം കഴിഞ്ഞ കാര്യം എല്ലാവരും അറിഞ്ഞു. എല്ലാവരും ചോദിക്കാനും തുടങ്ങി. രാജീവ്. ഈ കല്യാണം നടത്താൻ പോകുന്നില്ല. നിങ്ങളുടെ മകൾ കാരണം ഞങ്ങളുടെ മാനം കൂടെയാണ് പോയത്. അതെങ്ങനെ? മക്കളെ വളർത്താൻ പഠിക്കണം. ലീനെ, നീ മിണ്ടാതെ നിൽക്ക്. രാജീവ്. ഇത്രയും ദിവസം ഞാൻ മിണ്ടാതെ നിന്നു. ഇനി എനിക്ക് പറ്റില്ല. അഖിൽ എന്താ വേറെ പെണ്ണ് കിട്ടിയില്ലേ? ആരെയോ കൂടെ പോയവളെ പിടിച്ചു കൊണ്ടുവന്നിട്ട് വേണോ അവനെയും കൊണ്ട് കല്യാണം ഉണ്ടാക്കാൻ? ഓ, നിങ്ങളുടെ മകന്റെ സ്വഭാവമൊന്നും ഇവിടെ വിളമ്പാൻ നിൽക്കേണ്ട. അതെല്ലാം നന്നായി അറിയാം ഞങ്ങൾക്ക്. സുശീല പുച്ഛത്തോടെ പറഞ്ഞതും ലീന ചമ്മി. നിങ്ങൾ ഇവിടെ കിടന്ന് തർക്കിക്കാൻ നിൽക്കാതെ, ഇല്ലെങ്കിൽ തന്നെ എന്ത് ചെയ്യണമെന്നല്ല തല പുകയുക. രാജീവ്. ഇനി എന്തൊക്കെ ആയാലും ശരി, അവൾ ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും അവളെ കണ്ടുപിടിച്ചു ഈ കല്യാണം നടത്തിയിരിക്കും. വിജയൻ അതും പറഞ്ഞു ദേഷ്യത്തിൽ നിന്നതും ആളുകളെല്ലാം ഓരോന്ന് പിറുപിറുത്തുകൊണ്ട് ഒഴിഞ്ഞു പോകാൻ തുടങ്ങിയിരുന്നു. എന്തൊക്കെയാ വിജയൻ ഞങ്ങൾ ഈ കേൾക്കുന്നത്? തന്റെ മകളെ കാണാനില്ലെന്നോ? പ്രസിഡന്റ്. വലിയ ആളുകളെല്ലാം വന്നു അവരോട് ചോദിക്കാൻ നിന്നു. എന്ത് പറയണമെന്നില്ലാതെ അവരും നിന്നു. അവൾ കണ്ണുകൾ തുറക്കുമ്പോൾ തലക്ക് നല്ല ഭാരം പോലെ തോന്നി. കണ്ണുകൾ അവൾ വലിച്ചു തുറന്നു. അപ്പോഴാണ് കല്യാണത്തിന് പോയതും വണ്ടി ബ്രേക്ക് പിടിച്ചതും ഓർമ്മ വരുന്നത്. അത് ഓർമ്മ വന്നതും അവളൊരു ഞെട്ടലോടെ കല്യാണം കഴിഞ്ഞോ എന്ന് പറഞ്ഞുകൊണ്ട് എണീറ്റു. സ്വബോധം വന്ന പോലെ അവൾ ചുറ്റും നോക്കി. അവൾക്ക് പരിചയമില്ലാത്ത ഒരു ഇടമായിരുന്നു അത്. അവൾ ചുറ്റും കണ്ണോടിച്ചു. എന്റെ ദേവി, ഞാൻ എവിടെയാ ഇത്? എവിടെ? അവൾ ആ കിടക്കയിൽ ഇരുന്നു കൊണ്ട് ചുറ്റും നോക്കി. ആ മുറിയിൽ മറ്റാരുമില്ലായിരുന്നു. അവളെ നോക്കുമ്പോൾ ഇപ്പോഴും ആ കല്യാണ വേഷത്തിൽ തന്നെയായിരുന്നു. അവൾ പതിയെ കിടക്കയിൽ നിന്നും ഇറങ്ങാൻ വേണ്ടി ഒരുങ്ങിയതും അയ്യോ ഇറങ്ങല്ലേ! അത് കേട്ട് അവൾ ഞെട്ടി. വെച്ച കാൽ പുറകിലേക്ക് വലിച്ചു. അവൾ ഞെട്ടിക്കൊണ്ട് ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. അവിടെ ഒരു ചെറുപ്പക്കാരൻ വന്ന് നിൽപ്പുണ്ട്. അവനെ കണ്ടതും അവളൊന്ന് ഞെട്ടിച്ചുളിച്ചു. അവൻ അടുത്തേക്ക് വരുന്നത് കണ്ടതും അവളൊരു പേടിയോടെ നിന്നു. എന്നെ കണ്ട് പേടിക്കണ്ട, ഞാനൊന്നും ചെയ്യില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? ഓക്കെയാണോ? അവന്റെ ചോദ്യം കേട്ട് അവൾ ഒന്നും മിണ്ടാതെ നോക്കി നിന്നു. ഞാന് എവിടെയാ ഇപ്പോ? ശ്രീ. അവൾ അവനോടായി ചോദിച്ചു. എന്റെ വീട്ടില്. നീ ആരാ? ആ ചോദ്യം വന്നതും അവനൊന്ന് തല ചൊറിഞ്ഞു. ശരിയാലേ, ഞാൻ എന്താണെന്ന് പറഞ്ഞില്ല. അതൊക്കെ നിൽക്കട്ടെ, ഞാൻ അരവ്. നിന്റെ അതേ പ്രായം തന്നെയാണ്. നിന്റെ പോലെ ഇപ്പോ ഡിഗ്രി കഴിഞ്ഞു നിൽക്കുകയാണ്. ആരവ്. എനിക്കൊന്നും മനസ്സിലായില്ല ശ്രീ. അവൾ അങ്ങനെ പറഞ്ഞതും ഓ മനസ്സിലായില്ല. അതായത് എന്റെ പേര് ആരവ്. പിന്നെ അതല്ല, ഞാൻ എങ്ങനെ ഇവിടെ വന്നു? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്നെ നിനക്ക് എങ്ങനെ അറിയാം? ശ്രീ. അതൊക്കെ പറയാം, ആദ്യം എങ്ങനെയുണ്ടെന്ന് പറ. അതിന് അവൾ തലയാട്ടി. അപ്പോഴാണ് അങ്ങോട്ട് ശരനും അമ്മാവനും മറ്റു കൂട്ടുകാരും വരുന്നത്. അവരെയെല്ലാം കണ്ടപ്പോൾ അവൾ ഞെട്ടി.
അവരെ കണ്ടതും അന്ന് അവർ വീട്ടിൽ വന്നതും ശ്രീയുടെ മനസ്സിലൂടെ കടന്നുപോയി. അവരെ കണ്ട് ഞെട്ടിക്കൊണ്ട് അവൾ ആരവിനെ നോക്കി. ആ നോട്ടം കണ്ടപ്പോൾ തന്നെ അവന് കാര്യം മനസ്സിലായി. ഇത് അവളൊരു സംശയത്തോടെ അവനോട് ചോദിച്ചു. ഇത് കാശിനാഥൻ്റെ വീടാണ്. തുടരും.